ലോകം ഇന്ന് യുദ്ധതന്ത്രങ്ങളുടെ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. പണ്ട് പലതും ഉപയോഗിച്ചു തുടങ്ങിയ യുദ്ധങ്ങൾ ഇന്ന് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വേഗതയിലേക്കും സാങ്കേതിക വിദ്യയിലേക്കും വളർന്നിരിക്കുകയാണ്. ഭാരതം ഇന്ന് വെറുമൊരു രാജ്യമല്ല, മറിച്ച് ആഗോള പ്രതിരോധ രംഗത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ത്യ ബഹിരാകാശത്തിന് തൊട്ടു താഴെയായി നിർമ്മിക്കാൻ പോകുന്ന നിയർ സ്പേസ് കമാൻഡും അവിടെ വിന്യസിക്കാൻ പോകുന്ന അതിവേഗ ഹൈപ്പർസോണിക് മിസൈലുകളും. എന്താണ് ഈ പദ്ധതിയെന്നും ഇത് എങ്ങനെയാണ് ഇന്ത്യയുടെ സുരക്ഷാ കവചമായി മാറുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം എന്താണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകളുടെ കരുത്ത്? നമ്മൾ സാധാരണ കേൾക്കുന്ന മിസൈലുകളേക്കാൾ എത്രയോ മടങ്ങ് കരുത്തന്മാരാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതായത് ഒരു മിനിറ്റിൽ ഏകദേശം 100 കിലോമീറ്ററിലധികം ദൂരം ഇവ പിന്നിടും. ഇത്രയും വേഗതയിൽ വരുന്ന ഒരു മിസൈലിനെ കണ്ടെത്താനോ തടയാനോ ലോകത്തുള്ള ഒരു റഡാർ സംവിധാനത്തിനും സാധിക്കില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. എന്നാൽ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പറക്കുന്നതിനിടയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദിശ മാറ്റാൻ കഴിയും. ഇത് ശത്രുക്കളെ പാടെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവരുടെ പ്രതിരോധം തകർക്കുകയും ചെയ്യും. നമ്മുടെ വിമാനങ്ങൾ പറക്കുന്നത് അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിലാണ്, എന്നാൽ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതിനും വളരെ ഉയരത്തിലുള്ള ബഹിരാകാശത്താണ്. ഇതിനിടയിലുള്ള 20 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയുള്ള ആ വലിയ മേഖലയാണ് നിയർ സ്പേസ്. ഇത്രയും കാലം ലോകം ശ്രദ്ധിക്കാതെ കിടന്ന ഈ മേഖലയിലാണ് ഇന്ത്യ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിൽ ചൈന മാത്രമാണ് ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. ചൈന തങ്ങളുടെ കര, നാവിക, വ്യോമസേനകൾക്കൊപ്പം 5ാമത്തെ വിഭാഗമായി ഇതിനെ വളർത്തിക്കഴിഞ്ഞു. ഇതിന് മറുപടിയായി ഇന്ത്യയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ഉയരത്തിലേക്ക് വ്യാപിക്കുകയാണ്. ഈ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതോടെ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തെയും ഒരേ സമയം നിരീക്ഷിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ശക്തമായ ദീർഘവീക്ഷണമുണ്ട്. 2047 രാജ്യം പ്രതിരോധ രംഗത്ത് ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയാകണമെന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ 2047 തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ് നിയർ സ്പേസ് കമാൻഡ്. ആധുനിക സാങ്കേതിക വിദ്യയായ AI ഉപയോഗിച്ച് മിസൈലുകളെ നിയന്ത്രിക്കാനും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ മാസങ്ങളോളം ആകാശത്ത് നിർത്തി നിരീക്ഷണം നടത്താനും ഇതിലൂടെ സാധിക്കും. ഇത് ഇന്ത്യയുടെ അതിർത്തികളെ ഒരു ഇരുമ്പ് കവചം പോലെ സംരക്ഷിക്കും. ഇന്ത്യ മുമ്പ് ആയുധങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെയായിരുന്നു പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി മറിഞ്ഞു. ഹൈപ്പർസോണിക് മിസൈലുകളും നിയർ സ്പേസ് സാങ്കേതിക വിദ്യയും ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്നത് വഴി കോടിക്കണക്കിന് രൂപയാണ് ലഭിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുകയാണ്. ലോകത്തിലെ പല വൻ ശക്തികളും ഇന്ന് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയ്ക്കായി കാത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ വെറും മിസൈലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കമ്പ്യൂട്ടറുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും തകർക്കുന്ന സൈബർ യുദ്ധങ്ങൾക്കും സാധ്യതയുണ്ട്. ഇന്ത്യ വികസിപ്പിക്കുന്ന നിയർ സ്പേസ് കമാൻഡിൽ അത്യാധുനികമായ സൈബർ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ, പവർ ഗ്രിഡുകൾ, സാറ്റലൈറ്റ് ആശയവിനിമയങ്ങൾ എന്നിവയെ ശത്രുക്കളുടെ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ പുതിയ സംവിധാനങ്ങൾ വലിയൊരു പങ്ക് വഹിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഈ മാറ്റങ്ങൾ വെറും തുടക്കം മാത്രമാണ്. ആധുനിക കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ഭാരതം സർവ്വസജ്ജമായി കഴിഞ്ഞു. മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ഈ കഠിനാധ്വാനവും ചേരുമ്പോൾ ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ പേര് സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടും. ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും സുരക്ഷിതമായും ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാരതമാണ് ഇതിലൂടെ നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ഇതിനായുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ മിസൈൽ നിർമ്മിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സങ്കീർണമാണ് അതിന്റെ ഓരോ ഭാഗവും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുക്കുക എന്നത്. ഇന്ന് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ കൈവശമുള്ളത് റഷ്യ, ചൈന, അമേരിക്ക തുടങ്ങിയ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ്. ഇന്ത്യ കൂടി ഈ ക്ലബിലേക്ക് ഔദ്യോഗികമായി എത്തുന്നതോടെ ലോകത്തെ സമാധാന ചർച്ചകളിൽ ഇന്ത്യയുടെ വാക്കിന് വലിയ വിലയുണ്ടാകും. നമ്മെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്ന ശക്തികൾക്ക് ഇതൊരു വലിയ താക്കീതാണ്.
ഇന്ത്യയുടെ സൈനിക കരുത്ത് അയൽരാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങളിൽ ഇന്ത്യക്ക് മേൽക്കൈ നൽകും. ആരെയും ആക്രമിക്കാനല്ല, മറിച്ച് ആരും നമ്മെ ആക്രമിക്കാൻ തയ്യാറാവരുത് എന്ന ഇന്ത്യ ഈ വൻ ശക്തിയാകുന്നത്. പ്രതിരോധ മേഖലയിലെ ഈ വളർച്ച ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഗുണം ചെയ്യും. മുമ്പ് നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപ ഇനി നമ്മുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കും. മാത്രമല്ല, ഇന്ത്യയുടെ ഈ കുറഞ്ഞ ചിലവിലുള്ള സാങ്കേതിക വിദ്യ വാങ്ങാൻ സൗഹൃദ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പീൻസിന് നൽകിയതുപോലെ ഭാവിയിൽ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ ഭാഗങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ വിദേശ പണം ഒഴുകിയെത്തും. ഈ പദ്ധതികൾക്കായി നൂറുകണക്കിന് സ്വകാര്യ കമ്പനികളാണ് DRDOയുമായി കൈകോർക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വലിയ അവസരമാണ് നൽകുന്നത്. സാധാരണക്കാരായ യുവാക്കൾക്ക് IT മേഖലയിൽ മാത്രമല്ല, സ്പേസ് ടെക്നോളജിയിലും നിർമ്മാണ മേഖലയിലും വലിയ തൊഴിൽ സാധ്യതകൾ ഇതുവഴി തുറക്കപ്പെടുകയാണ്. ഓരോ മിസൈൽ പരീക്ഷണത്തിന് പിന്നിലും ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളുടെയും എഞ്ചിനീയർമാരുടെയും വിയർപ്പുണ്ട്. നിയർ സ്പേസ് കമാൻഡ് വരുന്നതോടെ നമ്മുടെ സൈനികരുടെ രീതികളും മാറും. സാറ്റലൈറ്റ് ലിങ്കുകൾ വഴി ബന്ധിപ്പിക്കപ്പെട്ട ആധുനിക ഹെൽമെറ്റുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും നമ്മുടെ സൈനികർക്ക് ലഭിക്കും. ആകാശത്തെ ഈ കണ്ണുകൾ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് അതിർത്തിയിലെ സൈനികർക്ക് ശത്രുക്കളെ കിലോമീറ്ററുകൾക്ക് അപ്പുറം വെച്ച് തന്നെ നേരിടാൻ സാധിക്കും. നമ്മുടെ സൈനികരുടെ ജീവൻ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ ഹൈടെക് യുദ്ധമുറകൾ സഹായിക്കുമെന്നതിൽ സംശയമില്ല. നമ്മൾ ഇന്ന് കണ്ടത് വെറുമൊരു മിസൈൽ പരീക്ഷണത്തിന്റെ കഥയല്ല, മറിച്ച് അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്ന ഒരു നവഭാരതത്തിന്റെ ഉദയമാണ്. ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവരുടെ സാങ്കേതിക വിദ്യയ്ക്കായി കൈനീട്ടി നിന്നിരുന്നെങ്കിൽ ഇന്ന് ലോകം ഇന്ത്യയുടെ പ്രതിരോധ നേട്ടങ്ങളെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ നിശ്ചയദാർഢ്യവും രാജ്യത്തിന്റെ കരുത്തുറ്റ നേതൃത്വവും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ വിജയം തന്നെയാണ്. ഒന്നോർക്കുക, ആകാശം ഇനി നമുക്കൊരു അതിരല്ല, മറിച്ച് നമ്മുടെ വിജയങ്ങൾ കുറിക്കാനുള്ള ഒരു വലിയ ക്യാൻവാസ് ആണ്. ഇന്ത്യയുടെ ഈ ഹൈപ്പർസോണിക് കുതിപ്പ് ശത്രുക്കൾക്ക് ഒരു താക്കീതും ഓരോ ഭാരതീയനും ഒരു സുരക്ഷാ കവചവുമാണ്. സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. പക്ഷെ ആ സമാധാനം തകർക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർക്ക് മറുപടി നൽകാൻ ബഹിരാകാശത്തിന് തൊട്ടുതാഴെ ഇന്ത്യയുടെ കണ്ണുകളും മറ്റും സജ്ജമായി കഴിഞ്ഞു. ഭാവിയുടെ ലോകക്രമം നിർണ്ണയിക്കുന്നതിൽ ഭാരതം ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. വരും തലമുറയ്ക്ക് കൈമാറുന്നത് ഭയമില്ലാത്ത സുരക്ഷിതമായ ആത്മവിശ്വാസമുള്ള ഒരു ഭാരതത്തെയാണ്. ഈ വിപ്ലവകരമായ മാറ്റത്തിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം. ഒരു കാലത്ത് ഇന്ത്യയെ പരിഹസിച്ചവർ ഇന്ന് നമ്മുടെ ബഹിരാകാശ നേട്ടങ്ങളെ വാനോളം പുകഴ്ത്തുകയാണ്. ഇതാണ് മാറ്റം, ഇതാണ് പുതിയ ഇന്ത്യ. അപ്പം നമ്മൾ സംസാരിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് വരും നൂറ്റാണ്ടുകളിൽ ലോകം എങ്ങനെയായിരിക്കണമെന്ന് ഇന്ത്യ നിശ്ചയിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു കാലത്ത് ലോകത്തിന്റെ അറിവിന്റെയും സമ്പത്തിന്റെയും കേന്ദ്രമായിരുന്ന ഭാരതം ആ പഴയ പ്രതാപത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് നമ്മൾ ഇന്ന്. ഈ ഹൈപ്പർസോണിക് മിസൈലുകളും നിയർ സ്പേസ് കമാൻഡും ആ യാത്രയിലെ പ്രധാന നാഴികക്കല്ലുകളാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അനിശ്ചിതത്വമാണ്. എവിടെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുക എന്നോ എപ്പോഴാണ് ഒരു രാജ്യം ആക്രമിക്കപ്പെടുക എന്നോ പറയാൻ കഴിയില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ശക്തിയുള്ളവനെ ലോകം ബഹുമാനിക്കുമെന്ന യാഥാർത്ഥ്യം ഭാരതം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്താനോ ആരുടെയും മണ്ണ് കീഴടക്കാനോ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഒരു തരി മണ്ണിൽ പോലും കണ്ണുവെക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ ആധുനിക യുദ്ധമുറകൾ. ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്കും വലിയൊരു പ്രചോദനം തന്നെയാണ്. വൻ ശക്തികൾ മാത്രം കൈവശം വെച്ചിരുന്ന സാങ്കേതിക വിദ്യകൾ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തിനും വികസിപ്പിക്കാമെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.